ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഹരിദാസ് എല്ലാവരെയും നിർബന്ധിച്ച് കിടക്കാൻ അയച്ചു. അഭിരാമിയെ വിളിച്ച് വിവേക് മനോഹറിനെ എപ്പോഴാ മീറ്റ് ചെയ്യേണ്ടതെന്ന കാര്യം ഉറപ്പ് വരുത്തിയാണ് ദർശൻ കിടക്കാൻ പോയത്. തെറ്റ് എൻ്റെ ഭാഗത്താ. തന്നെ പോലുള്ള ആളുകളൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ലെന്ന് ഞാൻ ആലോചിക്കണമായിരുന്നു. അഭിരാമിയെയും കൂട്ടി വിവേക് മനോഹറിനെ കാണാനുള്ള യാത്രയിലാണ് ദർശൻ. 8 മണിക്ക് റെഡിയായി നിൽക്കണമെന്നല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്? 7:45 ഞാൻ അവിടെ എത്തി. 8:15 വരെ ഞാൻ ഫ്ലാറ്റിൻ്റെ പുറത്ത് തനിക്ക് വേണ്ടി കാത്തു നിന്നു. എന്നിട്ടും തന്നെ കാണാതായപ്പോഴാണ് ഞാൻ അകത്തേക്ക് കയറി വന്നത്. എന്നിട്ടോ അവിടെ കണ്ട കാഴ്ചയോ? ഏറ്റെടുത്ത കാര്യത്തിനോട് യാതൊരുവിധ സീരിയസ്നെസ്സും ഇല്ലാതെ ശ്രുതിയോടും സ്വാതിയോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ലേ താൻ അവിടെ? ഏറ്റെടുത്ത കാര്യങ്ങളോട് ഉത്തരവാദിത്വവും ഗൗരവവും വേണം. എന്നാലേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കത്തുള്ളൂ. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടും അതേസമയം അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടും ദർശൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് എനിക്കൊരു മറുപടി വേണം. അല്ലാതെ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അഭിരാമി ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ദർശനം വീണ്ടും പറഞ്ഞു, അത് ഞാൻ സംസാരിച്ചു കൊണ്ട് നിന്നതല്ല. ഇറങ്ങുവാണെന്ന് അവിടെ വിളിച്ച് പറഞ്ഞോന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതാണ്. പിന്നെ മനഃപൂർവ്വം ലേറ്റ് ആയതല്ല സാർ. ഇവിടുന്ന് അരമണിക്കൂർ ദൂരമുള്ളൂ അവിടേക്ക്. അതുകൊണ്ടാണ് ഞാൻ. പിന്നെ 5-10 മിനിറ്റ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറിയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. തന്നെ പോലുള്ളവർക്ക് 5-10 മിനിറ്റ് അല്ല, 1-2 മണിക്കൂർ മാറിയാലും ഒരു കുഴപ്പവുമില്ല. കൃത്യനിഷ്ഠ ഞാൻ ജീവിതത്തിൽ ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു വാക്കാണ്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം അത് പാലിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. തനിക്ക് ചിലപ്പോൾ അതൊന്നും പറഞ്ഞാൽ മനസ്സിലായെന്ന് വരില്ല. ഫ്ലാറ്റിൽ നിന്ന് പോരുമ്പോൾ 2 പഞ്ഞി എടുത്താൽ മതിയായിരുന്നു. തല ഡോറിൻ്റെ വശത്തേക്ക് ചെരിച്ചുകൊണ്ട് ചെവി ചൊറിയുന്ന രീതിയിൽ മുഖം മറച്ച് പിടിച്ചുകൊണ്ട് അഭിരാമി പിറുപിറുത്തു. അഭിരാമിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറ. അല്ലാതെ ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അത് പിന്നെ റൈറ്റിലേക്ക് തിരിയണമെന്ന് പറയുമായിരുന്നു ഞാൻ. എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഞാൻ ഈ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ ശരിയാ, ഞാനത് മറന്നു. ഈശ്വര, ഇങ്ങനെയും ദുരന്തങ്ങളോ? അഭിരാമി മനസ്സിൽ പറഞ്ഞു. പിന്നീട് അഭിരാമി ഒന്നും മിണ്ടാൻ പോയില്ല. ദർശനം ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വിവേക് മനോഹറിൻ്റെ വീട്ടിലെത്തി. ഇതാ വീട്. വലിയൊരു ഗേറ്റിനടുത്തേക്ക് എത്താറായപ്പോൾ അഭിരാമി വിളിച്ചു പറഞ്ഞു. അത് കേട്ട ദർശൻ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. വാച്ച്മാൻ അവരെ കണ്ട് പരിചയഭാവത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തു. സാർ, വണ്ടി വീടിന് മുൻപിലേക്കായിട്ട് ഒതുക്കിക്കോ. അകത്തേക്ക് തിരിക്കുന്ന സമയത്ത് അയാൾ ദർശനോടായി പറഞ്ഞു. സമ്മതമെന്ന രീതിയിൽ ദർശനം അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. വീടിന് മുൻപിലായി വണ്ടി നിർത്തി. അവർ ഇറങ്ങുമ്പോഴേക്കും അയാളും അവർക്കടുത്തേക്കെത്തി. സാർ, കീ തന്നാൽ ഞാൻ അവിടേക്ക് പാർക്ക് ചെയ്തോളാം. കാർ പോർച്ച് ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു. ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് ദർശൻ കീ അയാൾക്ക് കൈമാറി. അതിമനോഹരമായൊരു പൂന്തോട്ടമായിരുന്നു ആ മുറ്റത്തുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അവന് ദേവിയെ ഓർമ്മ വന്നു. പഴമയും പുതുമയും ഇടകലർത്തി പണിത അതിമനോഹരമായ ഒരു വലിയ വീടായിരുന്നു അത്. വീടിന് വലതുവശത്തായി കാർ പോർച്ച് കഴിഞ്ഞ് ഒരു ലോഞ്ചുണ്ട്. അത് കഴിഞ്ഞ് വീടിനോട് മുട്ടിച്ചുകൊണ്ട് ഒരു വലിയ ഗ്ലാസ് ഡോറുണ്ട്. പക്ഷേ അകത്തെ കാഴ്ചയൊന്നും കാണാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ ഡോറ്. അവിടെ പൂളാണ്. ഇവൾക്ക് ഇതെങ്ങനെ അറിയാമെന്ന രീതിയിൽ അവൻ സംശയത്തോടെ അവളെയൊന്ന് നോക്കി. കൃത്യം 9 മണി. ദർശൻ ബെല്ലമർത്തിയതും അഭിരാമി ചാടിക്കയറി പറഞ്ഞു, ഇതിന് മാത്രം ഒരു കുറവും വേണ്ട. ഞാൻ പിടിച്ച പിടിയാലെ കൊണ്ടുവന്നതുകൊണ്ട് കൃത്യം 9 മണിക്ക് ഇവിടെ എത്തി. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഒരു കളിയാക്കൽ പോലെ ദർശൻ അത് പറഞ്ഞപ്പോൾ അഭിരാമി ഇഷ്ടപ്പെടാത്തതുപോലെ മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോഴേക്കും വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. എത്തിയോ രണ്ടാളും? വാതിൽ തുറന്നുകൊടുത്ത സ്ത്രീ പുഞ്ചിരിയോടെ അവരോടായി പറഞ്ഞു. 50 വയസ്സോളം പ്രായം തോന്നിക്കും അവർക്ക്. നല്ല ഐശ്വര്യമുള്ള മുഖം. സെറ്റുമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയുണ്ട്. ഗുഡ് മോർണിംഗ് ലതാമേ. ഗുഡ് മോർണിംഗ്. രണ്ടാളും അകത്തേക്ക് കയറ്. ലതാമ്മ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എത്താനുള്ള സമയമായല്ലോ എന്ന് ഇപ്പോൾ ഓർത്തേയുള്ളൂ. അപ്പോഴേക്കും നിങ്ങളെത്തി. ലതാമ്മ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞങ്ങൾ പെണ്ണുകാണാൻ വന്നതാണെന്ന് വല്ലതും തെറ്റിദ്ധരിച്ചോ? അകത്തേക്ക് കയറുന്നതിനിടയിൽ അഭിരാമി ചോദിച്ചു. എളിയിൽ കൈകുത്തിക്കൊണ്ടുള്ള അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ദർശനം ചിരി വന്നു. ഒന്ന് പോ പെണ്ണെ, ഇന്ന് ചൊവ്വാഴ്ചയല്ലേ. ഞാനിന്ന് അമ്പലത്തിൽ പോയി.
പിന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല. ദർശൻ മോൻ ഇരിക്കെ, കാണുന്നത് ആദ്യമായിട്ടാണെന്നുള്ളൂ. ഇവള് പറഞ്ഞ മോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ വിച്ചു. സോറി, വിവേകിൻ്റെ അമ്മയാണ്. മറുപടിയായി ദർശനൊന്ന് ചിരിച്ചു. ഇരിക്കും മോനെ, അവർ ഒരിക്കൽ കൂടി ദർശനോട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് അവൻ ഇരുന്നു. അല്ല, വിച്ചേട്ടനും വർഷയെ എന്തിയേ? കണ്ടില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു രണ്ടും. ഇന്ന് നിങ്ങളെ കണ്ടിട്ട് ഓഫീസിൽ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഇത്രയും നേരം ക്യാരംസ് കളിക്കുകയായിരുന്നു രണ്ടും. പിന്നെ നിങ്ങൾ വരാറായി എന്ന് പറഞ്ഞ് ഞാനാ രണ്ടിനെയും റെഡിയാക്കാൻ പറഞ്ഞ് വിട്ടത്. അല്ല, അപ്പോൾ അവൾക്കിന്ന് കോളേജില്ലേ? പിന്നില്ലാതെ, മടിച്ചി പെണ്ണ്. നിങ്ങൾ വരുവാന്ന് പറഞ്ഞ് പോകാതിരിക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഞാൻ രണ്ട് പറഞ്ഞപ്പോഴാണ് റെഡിയാവാൻ പോയത്. അവർ പറയുന്നത് കേട്ട് ദർശനും അഭിരാമിയും ചിരിച്ചു. വർഷ എൻ്റെ മകളാണ് മോനെ. എനിക്ക് രണ്ട് മക്കളാണ്. മൂത്തത് വിവേക്, അവനെ ഞങ്ങളൊക്കെ വിച്ചു എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തേത് വർഷ. നിങ്ങളും രണ്ട് മക്കളല്ലേ? അതെ. ആ. തുടർന്ന് വിളിക്കാതെ അവനൊന്ന് നിർത്തി. അമ്മേന്ന് തന്നെ വിളിച്ചു. എനിക്കെൻ്റെ വിച്ചുവിനെ പോലെ തന്നെയാണ് മോനും. ദാ ഈ പെണ്ണിന് മോനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാ. ദർശൻ അഭിരാമിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പക്ഷേ അവൾ കാണാത്തതുപോലെ നിന്നു. എനിക്കും ഒരു അനിയത്തിയാണ് അമ്മേ. ദേവിക എന്നാണ് പേര്. ദേവിമോളെക്കുറിച്ചും ആമിമോള് പറഞ്ഞിട്ടുണ്ട്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു യുവാവ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വിവേകായിരുന്നു അത്. അഭിരാമിയെയും ദർശനെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് അയാൾ ഇറങ്ങി വന്നത്.